എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് ഫ്രൈ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലായിരിക്കും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീഫ് കഴുകുന്ന സമയത്ത് ബീഫിൽ ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ ബീഫിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഞാൻ കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കൂടുതലും ഞാൻ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറാണ് കേട്ടോ. ഗരം മസാല പൗഡർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 15 അല്ലിയോളം വെളുത്തുള്ളിയാണ്. അപ്പോൾ എടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 3 പച്ചമുളകാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുക്കറിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ മൊത്തമായിട്ടൊന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലകളും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേന് വെള്ളമൊന്നും കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സാൾട്ടൊക്കെ നല്ല രീതിയിലില്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയുള്ളി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കും. കുക്കറിൽ വെച്ചതിന് ശേഷം വിസിൽ ഓരോ ബീഫിനും ഓരോ രീതിയിലുള്ള വേവായിരിക്കും. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് 2 വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസിൽ കളഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെറുതായിട്ട് അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സവാള ഇവിടെ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഒരു 2 പച്ചമുളകോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയ ഉള്ളിയാണ്. അല്പം ചെറിയ ഉള്ളി, ഒരു പിടിയോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 2 തക്കാളിയാണ്. മീഡിയം സൈസ് 2 തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. തക്കാളി ചെറിയ രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് ഞാൻ എടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 1 ടീസ്പൂണോളം മീറ്റ് മസാലയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വെന്ത ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിലെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീഫ് വെന്ത വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കുരുമുളക് പൊടിയാണ്. എരിവ് നിങ്ങൾക്ക് എത്രത്തോളമാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും എരിവിനായിട്ട് കുരുമുളക് പൊടി ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ബീഫിലുള്ള വെള്ളം കുറച്ച് വറ്റിയപ്പോൾ ഞാനിത് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കൈവച്ച് തിരുമ്മിയതിന് ശേഷമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ ബീഫ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതുതായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.